ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർപ്രൈസ് ഞാൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സർപ്രൈസിൻ്റെ കഥ എങ്ങനെ മുന്നേ അറിഞ്ഞു എന്നാവും. എനിക്കൊരു കോൾ വന്നു, എനിക്കറിയാത്തൊരു നമ്പർ. നിങ്ങളെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടത്തിലാണ്. അപ്പോൾ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അത് ആ ആൾക്കും അറിയില്ല. അപ്പോൾ എവിടുന്നാണ് കൊടുത്തയച്ചു എന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ സാധനം കൊടുത്തയച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വൈഫ് തന്നയച്ചാണ്. ഞാൻ അവിടെ ഒരു ബക്കാലുണ്ട്, അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഓളറിയില്ല, ഓളോട് ഞാൻ പറയണമില്ല. ഞാനത് യൂട്യൂബിൽ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ വരുന്ന സമയത്തോട് കണ്ടാൽ മതി. അപ്പം എന്ത് ചെയ്യുക, ഞാൻ ഇനിയും എനിക്കൊരു ഓട്ടം ഉണ്ട്, അത് പോയി വരുന്ന സമയത്ത് അത് വാങ്ങും അവിടെ പോയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഫുള്ള് തുറന്ന് എന്താണെന്ന് നോക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും കാണാം, ഉപ്പുകൾക്കും കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്താണ് എനിക്ക് കൊടുത്തയച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതിലാണ് ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ വീഡിയോയിൽ ബാക്കി കാണാം. ഓക്കെ, മോർണിംഗ് കണ്ടോട്ടെ. സാധനം കിട്ടിക്കണ്, ഓ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കയ്യോടെ പിടിച്ചിട്ട് സാധനം കിട്ടിക്കണ്. എന്താ നോക്കട്ടെ, എന്താ നോക്കിയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഓനെ തന്നെ കണ്ടിട്ടോ. അവിടെ കടയിൽ പോയപ്പോൾ കൊണ്ട് തന്നെ നേരിട്ട് ഇത് മേടിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. സാധനം ഇവിടെ ഇതാ സെറ്റ് ഇടയില്ലേ, ഇതൊക്കെ ഇത് പൊളിക്കാൻ പോയി. പ്രൈസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ കാക്കണം. ഇപ്പം എവിടെ തുടങ്ങുക, ഇതെന്താണെന്ന് അറിയില്ല, എല്ലാത്തൊരു ആകാംക്ഷ. മറ്റു നാട്ടിൽ ഒരു സാധനം വരുമ്പോൾ ഇന്നാണെന്ന് അറിയാമായിരുന്നു. ഇതിന് എന്താണ്, തിന്നുള്ളതാണോ അതോ വല്ല അച്ചാറാണോ വേറുള്ളതാണോ ഇപ്പൊ തന്നെ തിന്നാളാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാന്നുണ്ട് കവറ് കഴിക്കണം. പൊളിക്കണ്ടല്ലോ അല്ലേ, ഇതിന് കുറേ കവറുണ്ടോ. ഇതെന്താണ്, ഇതെന്തൊക്കെയാ അച്ചാറും സംഭവങ്ങളൊക്കെ കേട്ടോ. എനിക്കമ്മ ചപ്പാത്തിയാ ഇതേ ഉള്ളത്, കാണിച്ച ചപ്പാത്തി ഉണ്ട്. കുറെ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ചപ്പാത്തി കവറില്. ഇതൊക്കെ എന്താവും, ഇത് നോക്കാൻ പറ്റും. ഇത് പത്തിരിയാണോ ഡൗട്ട് ഉണ്ട്, കണ്ടിട്ടൊന്ന് നോക്കാം. വത്തിരി വത്തിരി അടച്ചാനെ എന്തിനാ തകർത്തര തോനെ ഇവിടെ പത്തിരി. ഇവല്ലാത്ത ഇതെന്താണോ ഇവിടെ ഒക്കെ പെട്ടെന്ന് നോക്കി കാണിച്ചു തരാം. ഈ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യണം. ഇത് ബിസ്ക്കറ്റാണ്, എരിവുള്ള ബിസ്ക്കറ്റ്. പിന്നെ ഇതിലെന്താണ്, ഇതെന്താ, ഇത് എന്താന്ന് അറിയില്ല, ഒരു അച്ചാറെന്തോ ഉണ്ട്. ഇതെന്തോ ഇത് അച്ചാറ് മുളക് എന്തോ കേട്ടോ. ഇത് അപ്പൊ പൊട്ടിക്കണില്ല, ഇത് മുളക തോന്നുന്നുണ്ട് അടിഭാഗം കണ്ടിട്ട്. ഓക്കെ, ഇതെന്താ നോക്കാം നമുക്ക്. ഇത് എന്താണ്, ഇതിപ്പോ എങ്ങനെ പൊട്ടിക്കാം, ഇങ്ങനെ പൊട്ടിക്കാം. ഇതിനകത്തൊരു സർപ്രൈസ് ആയിട്ട് ഇത് ബീഫാണ് തോന്നുന്നത്. മണം വരുന്നു, ബീഫിന്റെ മണം വരുന്നേ. ബീഫ് പത്തിരി, അതാ ബീഫിനെ കാ, ബീഫിന്റെ മക്കളെ പോയിട്ട് ആ വായന്തല വന്ന് വായന്തലിയില് ബീഫ് എത്തിയിട്ടുണ്ട്. അയ്യോ കണ്ടാ നാട്ടിൽ നിന്നുള്ള ബീഫ് വന്ന് കൊണ്ടാട്ടി കൊടുത്തയച്ച ബീഫ് വന്നിരിക്കുന്നു. ഒരു ചെറിയൊരു കഷ്ണം തന്നെ കഴിച്ചു നോക്കാം, ബാക്കി നമുക്ക് റെഡിയാക്കിയിട്ട് കഴിക്കാം. ആഹോ പുനാരം മുളകെ പണ്ട് ബീഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആരും കൊതി വിടല്ലിട്ട മക്കളെ, ഒന്ന് ചൂടാക്കാനൊക്കെ ഇവിടെ ഇരിക്കട്ടെ. സംഭവം എന്തായാലും അടുത്ത വിളി വന്നു. ഇതിവിടെ വെച്ച് പോയിട്ട് പോയി വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ അവൾ കൊടുത്തയച്ചത് എനിക്ക് കിട്ടിയെന്നുള്ളത് ഓൾക്കും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാവും അതറിയാം. അപ്പോൾ ഈ വീഡിയോ ഒരു സർപ്രൈസാണ്. അപ്പോൾ നല്ല ബീഫുണ്ട്, പത്തിരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അച്ചാറുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം പ്രതീക്ഷ എന്താ അറിയോ, വല്ല ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആവുക. പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സാധനം അവളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. അതാണ് ഒരു ഭാര്യയുടെ ഒരു സ്നേഹം. സുഹൃത്തുക്കളെ, പിന്നെ ഒരുപാട് വൈകിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ വിവരം അവിടെ അറിയാൻ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. വൈഫ് ഇങ്ങനെ മെസ്സേജ് ഉണ്ട്, സുഖല്ലേ ഹേ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പണിയിലാട്ടോ, ഒരുപാട് പണിയിലായി. ആ സാധനം ഏതാണ്ട് ഒരു 3 മണി സമയത്ത് കിട്ടിയിരിക്കണം. പക്ഷെ ഈ വീഡിയോ ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ കണ്ടാൽ മതി, അറിഞ്ഞാൽ മതിച്ചിട്ടാണ് ഇത്ര താമസിച്ചത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. എങ്കിലും ഈ സമയത്ത് തന്നെ അവൾ ഈ വിവരം അറിയുന്നുള്ളൂ. പിന്നെ വേറൊരു സന്തോഷം കേട്ടോ, ശരിക്കും ഞാനൊരു ഭാഗ്യവാനാ. എന്താ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഉപ്പിലിട്ട സാധനങ്ങൾ എന്നും ഭക്ഷണത്തിൻ്റെ കൂടെ ഞാൻ അങ്ങനെ കഴിക്കും. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് ഒരു 6 മാസത്തോളമായി. അന്ന് കുറച്ച് ചെറിയ മുളകും ഉണ്ട് അതിന്. അതിങ്ങനെ നല്ല ചെറിയ മുളക് ഭക്ഷണത്തിന് ഇങ്ങനെ ചോറിൻ്റെ ഒപ്പം ഇങ്ങനെ കഴിക്കാമല്ലോ അല്ലേ. ഒന്നുമില്ലെങ്കിലും കൂട്ടാനൊന്നുമില്ലെങ്കിലും ചോറിറങ്ങി പോകുന്നൊക്കെ പറഞ്ഞേക്കില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കും അത്. പിന്നെ അതിനുശേഷം 2-3 സ്നേഹിതന്മാർ വന്നു. അപ്പോൾ അവർ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തയച്ചിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൻ്റെ അടുത്ത് കൊടുത്തയച്ചുള്ളത് അമ്പയങ്ങനെ. ഇതൊക്കെ വീട്ടിലുണ്ടായതാട്ടോ, എൻ്റെ വീട്ടിലുണ്ടായത്. ഇത് തീരാനയക്കണേ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവളോട് പറഞ്ഞിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം മുളക് കൊടുത്തയച്ചു കേട്ടോ. എന്തായാലും ആ മുളക് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അവൾ 2 ദിവസം മുമ്പ് അവളെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്നലെ വൈകിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുള്ളത്. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് സാധനം എത്തിച്ചതാവും, പക്ഷെ ഒന്നും ഞാൻ അറിയില്ല. എന്തായാലും സന്തോഷം. ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും വരാം.